മറ്റൊരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെയാണ് ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കാൻ പറ്റുക? 90% നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്താണ് നമ്മളെല്ലാം. ഏറ്റവും കൂടുതൽ പ്രശ്നം മനസ്സിനെ ബാധിക്കുന്നത് പണം, സാമ്പത്തിക പ്രശ്നങ്ങളാണോ, പ്രണയമൈരാശ്യങ്ങളാണോ? എല്ലാം വന്നിട്ടുണ്ട്. പാരന്റിങ്ങിലാവാം, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നാവാം, അങ്ങനെ പല വ്യക്തപ്പെട്ട ആളുകളിൽ നിന്നും അവർക്ക് അബ്യൂസ്മെന്റ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഞാൻ ചിന്തിക്കുന്ന അടിസ്ഥാനപ്പെടുത്തി എനിക്ക് നെഗറ്റീവ് ഇമോഷനെ വന്നുകൊണ്ടിരിക്കും. ഇത് തന്നെ എൻ്റെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള ഫിസിക്കലി മെന്റലി അവർക്ക് വർഷങ്ങളായിട്ട് അവർ യാതൊരു ബന്ധം, ഫിസിക്കലി ഇല്ല, മെന്റലി ഇല്ല. അവർ രണ്ടാളും 2 ബെഡ്റൂമിലാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഇഷ്ടമല്ല, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ ഡ്രസ്സിങ് പോലും ഞാൻ ഷാളൊക്കെ മൂടി പുതച്ച് വേണം ഇറങ്ങാൻ. ഇങ്ങനെയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ടോക്സിക് മനുഷ്യനാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് പുതിയൊരു അതിഥിയാണ്, ലൈഫ് കോച്ചും കൗൺസിലറും ഒക്കെയായ സിതാര മോഹൻ. നമസ്കാരം. ഈ ആദ്യമായിട്ടാണ് അബാക് മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂവിന്. ഈ മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ് പവർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് താങ്കളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളിൽ കണ്ടത്. അതുകൊണ്ടാണ് താങ്കളെ തിരക്കി ഞങ്ങൾ കണ്ണൂർ വരെ വന്നത്. എന്താണ് ഈ മൈൻഡ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ മനഃശക്തി ആ വാക്കിൽ തന്നെ ഉണ്ട്. അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അതവർ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത്. പക്ഷേ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഇവർ സ്റ്റക്കായി പോകും, പല പ്രശ്നങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ളവരാണ് എന്നെ സമീപിക്കാറ്. മൈൻഡ് പവർ എന്ന് വെച്ചാൽ നമുക്ക് 3 തരത്തിലുള്ള മനസ്സാണുള്ളത്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇതിൽ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും 10% മാത്രമേ നമ്മൾ ആക്റ്റീവായിരിക്കുന്നുള്ളൂ. എന്നാൽ 90% നമ്മൾ ആക്റ്റീവായിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്താണ് നമ്മളെല്ലാം നമ്മുടെ ലൈഫിൽ നേടിയെടുക്കുന്നത്. ഈ മറ്റൊരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെയാണ് ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കാൻ പറ്റുക? അതിൽ മറ്റൊരാൾ എന്ന് പറയുമ്പോൾ അതിലെ ഭൂരിഭാഗവും അവർ തന്നെ അതിൽ കുറച്ച് എഫേർട്ട് എടുക്കണം. നമുക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ സാധിക്കുള്ളൂ. അതിൽ തീർച്ചയായും ആക്ഷൻ എടുക്കേണ്ടത് അവർ തന്നെയാണ്. ശരി, ഇപ്പോൾ താങ്കളുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം മനസ്സിനെ ബാധിക്കുന്നത് പണം, സാമ്പത്തിക പ്രശ്നങ്ങളാണോ, പ്രണയമൈരാശ്യങ്ങളാണോ? എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വ്യക്തിബന്ധങ്ങളിലുള്ള തകർച്ചയാണ്. അത് കൂടുതലും പ്രണയം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഇങ്ങനെയുള്ള പല വ്യക്തിബന്ധങ്ങളിലുള്ള തകർച്ചയായിട്ട് ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ടുണ്ട്. ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട് പ്രണയം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഇടിവുകൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്രയും പേരിൽ നിന്ന് സംസാരിച്ചതിൽ, ഇത്രയും പേരെ കൗൺസിലിംഗ് ചെയ്തതിൽ, അവരെ കൈപിടിച്ചുയർത്തിയതിലൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം? ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് റേറ്റ് കൂടി വരുന്നു, പിന്നെ വിവാഹത്തിനൊന്നും യാതൊരു വിലയില്ലാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുകളുടെ കാലഘട്ടം കൂടി വരികയാണ്. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിൽ ഒരുപാട് ഷിപ്പുകൾ പുതിയതായിട്ട് കരക്കണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാനോ ഷിപ്പ്, സിറ്റുവേഷൻ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിൽ ഇന്നത്തെ യുവതലമുറ അതിൻ്റെയൊക്കെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 വ്യക്തികൾക്കിടയിലുള്ള പ്രണയത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഇന്നത്തെ കാലത്ത്? അത് പറയുമ്പോൾ നമുക്ക് അവരുടെ കുട്ടിക്കാലത്തേക്ക് സഞ്ചരിക്കേണ്ടി വരും. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നാണ് പറയുന്നത്. അത് മറ്റൊരു സബ്ജക്റ്റാണ്. പക്ഷേ നമ്മളുടെ അടുത്ത് വരുന്ന വ്യക്തികൾക്ക് അവർ ഒരു പ്രശ്നമായിട്ടായിരിക്കും വരിക. പക്ഷേ അവർ കൗൺസിലിംഗ് നമ്മൾ ചെയ്ത് വരുമ്പോൾ അവരുടെ പ്രശ്നം അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ടാണ്. നമ്മൾ അതിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു വ്യക്തിയിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണല്ലേ. അത് ഇപ്പോൾ ഒരാൾക്ക് ഒരു 35 വയസ്സുള്ള ഒരാളെ എന്നെ സമീപിക്കുന്നത് വെക്കാം. അവരുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് ഈ കുട്ടിക്കാലം മുതലാണ്. പെട്ടെന്ന് ഒരു 35-ാമത്തെ വയസ്സിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കില്ല. അത് അവരുടെ ബിലീഫ് സിസ്റ്റത്തെ ആശ്രയിച്ചിരിക്കും. ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അവരിൽ ചൈൽഡ്ഹുഡ് വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പാരൻറ്റിങ്ങിലാവാം, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നാവാം, അങ്ങനെ പല വ്യക്തപ്പെട്ട ആളുകളിൽ നിന്നും അവർക്ക് അബ്യൂസ്മെൻറ്റ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പലവിധ ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ടാവാം. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വ്യക്തിയിലെ ക്യാരക്ടർ രൂപപ്പെടുന്നത്. അങ്ങനെയാണ്. അപ്പം അവരുടെ കുട്ടിക്കാലത്തേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പം ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടിയോട് ഒരു പാരൻറ്റോ അല്ലെങ്കിൽ ഒരു അധ്യാപകരോ പറയുകയാണ്, നിനക്ക് ഇത്രേ കഴിവേ ഉള്ളൂ, നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. ഈ കുട്ടി ഇത് കേട്ടാണ് വളരുന്നത്. ഇത് കേട്ടും കണ്ടും പറഞ്ഞും ഈ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? ഇത് കോപ്പി ചെയ്തെടുക്കും. അതവിടെ കിടക്കും. അവിടെ നിന്ന് തുടങ്ങുകയാണ് പ്രശ്നം. ഈ
ചൈൽഡ്ഹുഡ് തൊട്ട് തുടങ്ങുന്ന പ്രശ്നം ഇവരിലേക്ക് വന്ന് ഇതൊരു പെട്ടെന്ന് ഒരു വിസ്ഫോടനമായിട്ട് മാറുന്നത് ഇവരൊരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തി എത്തുന്ന ഒരു അത് പോസിറ്റീവ് സൈഡിലേക്ക് വരുമോ നെഗറ്റീവ് സൈഡിലേക്ക് വരുമോ? രണ്ടും വരും. കൂടുതൽ ഏതാ വരിക? കൂടുതൽ നെഗറ്റീവാണ് വരുന്നത്. പണ്ടൊക്കെ എന്നോടൊക്കെ ചെറുപ്പത്തില് നിന്നെ ഇതിന് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അതെന്താടാ കൊള്ളാത്തതെന്നുള്ള മൈൻഡായിരുന്നു എനിക്കുണ്ടാവുക. അത് അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്. അവർക്ക് പ്രശ്നം വരുന്നില്ല. പക്ഷേ ഈ കുട്ടി ഇപ്പം എല്ലാവർക്കും ഒരു മൈൻഡ് പവർ ഉണ്ടാവണമെന്നില്ലല്ലോ. അത് ഓരോരുത്തരുടെ വ്യക്തിത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത്. അവർ വളർന്ന കുടുംബ സാഹചര്യം, അവരെ വളർത്തിയ സാഹചര്യം, ഇതൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം കൂടി ബാധിക്കും. ഇതിൽ വരും കൂടുതലും സമൂഹം അവരോട് കാണിക്കുന്ന ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അതും സ്വാധീനിക്കും. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും കേട്ടിട്ടത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന അബ്യൂസുകളെ പറ്റിയാണ്. എന്ത് ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് കൂടുതലും വരിക? എല്ലാം വരുന്നുണ്ട്. മെന്റലി, ഫിസിക്കലി, എല്ലാ അബ്യൂസ് ഇതിൽ പെടും. അപ്പോൾ ആളുകളെല്ലാം ഇതിനെ കോമൺലി ഇതൊരു സെക്ഷലി അബ്യൂസിങ് കൊണ്ടാണെന്നുള്ള ചിന്തയുണ്ടാവും. അത് മാത്രമല്ല ഫിസിക്കലി വരുന്നുണ്ട്, മെന്റലി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് വാക്കുകൾ കൊണ്ട് തളർത്താനും പറ്റും, ഉയർത്താനും പറ്റും അല്ലേ? അപ്പം വാക്കുകളിലൂടെ ഞാൻ പറഞ്ഞു നമ്മുടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ വളരെ പവറുള്ളതാണ്. ഇത് എത്ര പേർക്ക് അറിയുന്നവരെന്നെ ഇത് എത്ര പേർ അംഗീകരിക്കുന്നത് എനിക്കറിയില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് 90% നമ്മൾ ആക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പ്രശ്നമുണ്ട്. ഇതിന് റിയൽ ചെയ്ത് ഫേക്ക് ചെയ്തെന്ന് അറിയില്ല. നമ്മൾ കൊടുക്കുന്ന റിപ്പീറ്റ് ആവർത്തിച്ച് നമ്മൾ കൊടുക്കുന്നത് എന്തും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഇത് കോപ്പി ചെയ്യും. എന്നിട്ട് ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെന്ന് കരുതുക. ഞാൻ നിരന്തരം നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ചിന്തയിൽ നിന്നും ഒരു ഇമോഷൻ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്ന അടിസ്ഥാനപ്പെടുത്തി എനിക്ക് നെഗറ്റീവ് ഇമോഷനേ വന്നുകൊണ്ടിരിക്കും. ഇത് തന്നെ എൻ്റെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇമോഷൻസ് നമ്മളിൽ വരുന്നുണ്ട്. ഈ ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുന്നത് ഫാമിലി മെമ്പേഴ്സിന്റെ പ്രവർത്തനങ്ങൾ, സ്കൂളിലെ അധ്യാപകർ, കുട്ടികൾ, ഇവരെ കൂട്ടുകെട്ടുകൾ എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി കുടുംബത്തിൽ ചെലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ സ്കൂളിൽ ചെലവഴിക്കുന്നുണ്ട് മണിക്കൂറുകൾ. അവിടെ നിന്നാവാം, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നാവാം, ഫ്രണ്ട്സിൽ നിന്നാവാം, റിലേറ്റീവ്സിൽ നിന്നാവാം, പാരൻസിൽ നിന്നും ആവാം, എവിടെ നിന്നും ആവാം. അത് നമുക്കതിൻ്റെ കാരണം നമ്മൾ തേടി പോകുമ്പോഴാണ്, കൗൺസിലിംഗ് ചെയ്ത് വരുമ്പോഴാണ് ഇന്നതാണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവും. ഒറ്റ കൗൺസിലിംഗ് നമുക്ക് മനസ്സിലാവും. ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ഒരു കുഞ്ഞു വിഷയം, ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകുന്ന ചെറിയ വിഷയത്തെ പിന്നീട് വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇവരുടെ കുടുംബജീവിതമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 90% സ്വാധീനിക്കും. ഇതെടുത്ത് കളയാൻ പറ്റുമോ അപ്പാടെ? പറ്റും. എങ്ങനെ? അതിനുള്ള പ്രാക്ടീസിലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? എന്താണ്? ഇപ്പോൾ എന്നെ സമീപിക്കുന്ന വ്യക്തികളോട് ഞാൻ ആദ്യം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചറിയുക ചെയ്യാം. അപ്പം ചോദിച്ച് വരുമ്പോഴായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക ഇത് ഇന്നോ ഇന്നലെയോ വന്ന പ്രശ്നമല്ല. ചൈൽഡ്ഹുഡ് തൊട്ടേ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു കോണിൽ ഇതവിടെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടി വരും. ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് വരുമ്പോഴാണ് ഇവർ പല വിധത്തിലുള്ള ഫിസിക്കലി ഓർ മെൻ്റലി അബ്യൂസ് നേരിട്ട് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവർക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇവരിൽ ട്രോമ പോലുള്ളത് വരാം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാമോ ഇങ്ങനെ വന്ന ഒരു? എക്സ്പീരിയൻസ് പറയാം. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഒരു കൗൺസിലിംഗ് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതായത് ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള ഫിസിക്കലി മെൻ്റലി അവർക്ക് വർഷങ്ങളായിട്ട് അവർ യാതൊരു ബന്ധമില്ല. ഫിസിക്കലി ഇല്ല, മെൻ്റലി ഇല്ല. അവർ രണ്ടാളും 2 ബെഡ്റൂമിലാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, മാഡം അതെൻ്റെ ഹസ്ബൻഡിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഇഷ്ടമല്ല, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല, എൻ്റെ ഡ്രസ്സിങ് പോലും ഞാൻ ഷാളൊക്കെ മൂടി പുതച്ച് വേണം ഇറങ്ങാൻ. ഇങ്ങനെയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ടോക്സിക് മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ് വേണ്ടത് ഈ വന്ന വൈഫിനല്ല, ഹസ്ബൻഡിനാണ് വേണ്ടത്. ഹസ്ബൻഡിനാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയും വരാറുണ്ട്. എന്നെ സമീപിക്കുന്ന ആളുകളെ ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പം അവർ പറയുന്ന ആ ഒരു വിവരം വെച്ചിട്ട് എനിക്ക് മനസ്സിലാവും ശരിക്കും ഇവർക്കല്ല കൗൺസിലിംഗ് വേണ്ടത് ഇവരുടെ ലൈഫ് പാർട്ട്ണറാണ്. അങ്ങനെയുള്ളവരും വരാറുണ്ട്. ഈ കൗൺസിലിംഗ് കൊണ്ട് എത്രമാത്രം ഇത് മാറ്റിയെടുക്കാൻ പറ്റും? കാര്യം എന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊള്ളാത്തൊരു സ്വഭാവമുണ്ട്, നമുക്കറിയാം ഇത് കൊള്ളത്തില്ല, ഞാൻ കാണിക്കുന്നത് തെറ്റാണ്. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ട് മാറാതിരിക്കുന്ന ഒരു സാധനം വേറൊരാൾ നമ്മളോട് കൗൺസിലിംഗ് തന്നിട്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം, നീ ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? ഞാൻ കൗൺസിലിംഗ് മാത്രമല്ല കൊടുക്കുന്നത്, ഞാൻ ഇതിനുള്ള പ്രാക്ടീസുകളും കൊടുക്കാറുണ്ട്.
മെൻ്റലി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട നമ്മളിപ്പം ശരീരത്തിന് ഇപ്പം എല്ലാവരും ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിന് പുറകെയാണ്, ആരോഗ്യത്തിന് പുറകെ. പക്ഷെ അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് നമ്മളെ മനസ്സിൻ്റെ ഫിറ്റ്നസ്. അതിൻ്റെ പുറകെ ആരും പോകാറില്ല. അത് തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പം എത്ര സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്, അതേ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഡിവോഴ്സുകൾ, അങ്ങനെ പല വിധത്തിൽപ്പെട്ട ദുരന്തങ്ങൾ നടക്കുന്നില്ലേ? ഇതൊക്കെ ശരിക്കും വേണ്ടത് മാനസികാരോഗ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. മൈൻഡ് പവർ ഇല്ല. അപ്പം ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എത്രത്തോളം പേര് അംഗീകരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ എന്നോട് വരുന്നവരോടും പറയാണ്ട്, നിങ്ങൾ ശരീരത്തിന് വേണ്ടി സമയം, നിങ്ങളെ വ്യായാമത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഞങ്ങൾ ചെയ്യാറുണ്ട്. മനസ്സിനോ? ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് എന്നെ സമീപിക്കേണ്ടി വന്നത്. അപ്പം മനസ്സിന്, നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന എക്സസൈസുകൾ പോലെ തന്നെ മൈൻഡിന് കൊടുക്കേണ്ട എക്സസൈസുകളുണ്ട്. അത് ഞാൻ അവർക്ക് കൊടുക്കും. ഇത് നെഗറ്റീവാണ്. കൂടുതൽ പേരിൽ നെഗറ്റീവ് എനർജി കിടക്കുകയാണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. ഇമോഷനും കിടക്കുകയാണ്. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ബ്ലോക്ക് വരുന്നത്. സാമ്പത്തികം, ദാമ്പത്യം, എല്ലാ പ്രശ്നങ്ങൾക്കും. ഇതിനെ ആദ്യം എടുത്തു കളയണം. ഇതെടുത്തു കളയാനുള്ള പ്രാക്ടീസുകളാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ഇന്ന് പണ്ടൊക്കെ പ്രണയമൈരാശ്യം വന്ന പെൺകുട്ടികൾക്കായിരുന്നു സങ്കടം. ഇന്നത് മാറി, 10% മാത്രമായി മാറി എന്നാണ് എൻ്റെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. ബാക്കി 90% ഇത് ബാധിക്കുന്നത് ആൺകുട്ടികളുടെ ലൈഫിൽ. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ വലിയ പ്രണയം, വലിയ സ്നേഹം ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ചില കാരണങ്ങൾ കൊണ്ട് ഈ പെൺകുട്ടിക്ക് ഇതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പെൺകുട്ടി ഇയാളെ വിട്ടു പോവാണ്. വിലാപങ്ങളുടെ അകമ്പടി ഇല്ലാത്ത ശവഘോഷയാത്രകൾ എന്നൊക്കെ പറയാം. അവർ കൊണ്ടിടുന്നു, പോകുന്നു. ദേഹത്തിനൊന്നും ഒരു വിലയില്ല.